ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന ചാപ്റ്റർ തുടങ്ങാം. ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ഒബ്ജക്റ്റിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഉണ്ടല്ലോ. അതെന്തുകൊണ്ടാ? ഇനിയും അത് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ നമ്മൾ ലൈറ്റൊന്നും ഇടാതെ രാത്രിയായി ഇരുട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ പറയും ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കാത്തത്. അപ്പോൾ ലൈറ്റ് എങ്ങനെയാണ് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ കാണാൻ സഹായിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ലൈറ്റിൻ്റെ കുറേയേറെ പ്രത്യേകതകൾ, കുറേയേറെ സ്പെഷ്യാലിറ്റീസ് പഠിക്കും. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്, റിഫ്ലക്ഷനും റിഫ്രാക്ഷൻ. ഓക്കെ, ലൈറ്റിൻ്റെ ഡിഫറെൻറ്റ് സ്പെഷ്യാലിറ്റീസ് അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇനി എന്താണ് ലൈറ്റ്? ലൈറ്റ് എന്ന് പറയുന്നത്, ലൈറ്റ് ഈസ് ആൻ ഇൻവിസിബിൾ ഫോം ഓഫ് എനർജി. ഒരു ഇൻവിസിബിൾ ഫോം ഓഫ് എനർജിയാണ് ലൈറ്റ്. അതുപോലെ തന്നെ അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവും കൂടിയാണ്. ഇൻവിസിബിൾ ഫോം ഓഫ് എനർജിയാണ്, അതോടൊപ്പം തന്നെ അത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവും കൂടി ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത്? ഇപ്പൊ സൺലൈറ്റിൽ നിന്നുള്ള ലൈറ്റ് ഞാൻ പറഞ്ഞത് ഒരു ഫോം ഓഫ് ഇൻവിസിബിൾ ഫോം ഓഫ് എനർജി ആണെന്ന് പറഞ്ഞു. അപ്പോൾ സൺലൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റിൽ ചെന്ന് തട്ടുമ്പോൾ, ഇനി ഒപ്പേക്ക് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒപ്പേക്ക്, ട്രാൻസ്പെയറന്റ്, ട്രാൻസ്ലൂസന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ട്രാൻസ്പെയറന്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് കടത്തി വിടുന്ന ഒബ്ജക്റ്റ്. ട്രാൻസ്ലൂസന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചു മാത്രം ലൈറ്റ് കടത്തി വിടുന്ന ഒബ്ജക്റ്റ്. ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ അല്പം പോലും ലൈറ്റ് അതിൽ കൂടി കടത്തി വിടാത്ത ഒബ്ജക്റ്റ് ആണ് ഒപ്പേക്ക് ഒബ്ജക്റ്റ്. അപ്പോൾ സൺലൈറ്റിൽ നിന്നും വരുന്ന ലൈറ്റ് ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റിൽ വന്ന് തട്ടുമ്പോൾ, ഇപ്പൊ നമ്മളൊരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആണ്, ബുക്ക് ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റിൽ വന്ന് അത് തട്ടുമ്പോൾ എന്താ പറ്റുന്നത്? അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതായത് ലൈറ്റ് ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റിൽ വന്ന് തട്ടുമ്പോൾ ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതാണ് ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് നമ്മുടെ കണ്ണ് റിസീവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനെ കാണണം എന്നുണ്ടെങ്കിൽ ലൈറ്റ് വന്ന് ആ ഫ്രണ്ടിന്റെ ദേഹത്ത് തട്ടിയിട്ട് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തു വരുന്ന ലൈറ്റ് നിങ്ങളുടെ കണ്ണ് റിസീവ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ആ കുട്ടിയെ കാണുന്നത്. ഗോട്ട് ഇറ്റ്? അപ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? On hitting a smooth and polished surface, light bounced back to the same medium. Bounce back എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഒരു പന്തൊക്കെ നിങ്ങൾ എറിയുമ്പോൾ കുത്തിപ്പൊങ്ങുക എന്ന് പറയത്തില്ലേ? പന്ത് ചെന്ന് നിലത്ത് വീണിട്ട് കുത്തിപ്പൊങ്ങുക എന്ന് പറയുന്നത് ആ സെയിം എഫക്റ്റ് തന്നെ. ഓൺ ഹിറ്റിംഗ് ഓൺ എ സ്മൂത്ത് ആൻഡ് പോളിഷ്ഡ് സർഫസ് എന്താ പറ്റും? ലൈറ്റ് ബൗൺസ് ബാക്ക് ടു ദ സെയിം മീഡിയം. തിരിച്ച് അതേ മീഡിയത്തിലേക്ക് തന്നെ പോകുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓൺ ഹിറ്റിംഗ് ഓൺ എ സ്മൂത്ത് ആൻഡ് പോളിഷ്ഡ് സർഫസ്, ലൈറ്റ് ബൗൺസ് ബാക്ക് ടു ദ സെയിം മീഡിയം. ദാറ്റ് ഫിനോമിനൺ ഈസ് നോൺ ആസ് റിഫ്ലക്ഷൻ. ഗോട്ട് ഇറ്റ്? നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുന്നത് സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന്, അതായത് ലൈറ്റിന്റെ ഏത് സോഴ്സ് ആണോ അതിൽ നിന്നും വരുന്ന ലൈറ്റ് ഒരു ഒബ്ജക്റ്റിൽ വന്ന് തട്ടും. ആ ഒപ്പേക്ക് ഒബ്ജക്റ്റിൽ തട്ടുമ്പോൾ അതിൽ നിന്നും ആ ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇത് ഇൻസിഡന്റ് റേ ആണ്. ഇതാണ് ഇൻസിഡന്റ് റേ. ഇത് റിഫ്ലക്റ്റഡ് ലൈറ്റ്. ഇത് ഇൻസിഡന്റ് ലൈറ്റും ഇത് റിഫ്ലക്റ്റഡ് ലൈറ്റുമാണ്. ഓക്കെ, സോ സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് ഒപ്പേക്ക് ഒബ്ജക്റ്റിൽ വന്ന് തട്ടിയിട്ട് അവിടെ നിന്ന് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ലൈറ്റ് നമ്മുടെ കണ്ണ് റിസീവ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുന്നത്. ഗോട്ട് ഇറ്റ്? ദെൻ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് വൺ. അതായത് നമ്മൾ സാധാരണഗതിക്ക് ഇപ്പൊ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്, നമുക്ക് ഉപയോഗിക്കുന്നത് പ്ലെയിൻ മിറേഴ്സാണ് അല്ലേ? രാവിലെ എഴുന്നേറ്റ ഉടനെ വന്ന് നമ്മളൊന്ന് നോക്കുന്നത് പ്ലെയിൻ മിററിലേക്കാണ് ആണല്ലോ. അപ്പൊ ആ പ്ലെയിൻ മിററിൽ നമ്മൾ നോക്കുമ്പോൾ എന്താ
ഏത് രീതിയിലുള്ള ഇമേജ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്? പ്ലെയിൻ മിററിലെ ഇമേജ് എപ്പോഴും വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. The image formed by the plane mirror is always virtual and erect. അതായത് അത് വിർച്വൽ ആണ്, റിയൽ അല്ല. വിർച്വൽ ഇമേജ് ആണ്, ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ്. പിന്നെയോ നമ്മുടെ പ്ലെയിൻ മിററിൽ നോക്കുമ്പോൾ നമ്മുടെ സൈസ്, ബോഡി സൈസ് അതേ സൈസിൽ തന്നെയാണ് നമ്മൾ മിററിൽ കാണുന്നത്. സോ ദ സൈസ് ഓഫ് ദ ഇമേജ് ആൻഡ് ദ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ. ദെൻ വേറൊരു പ്രോബ്ലം ഉണ്ട്. ഇറ്റ് ഈസ് ലാറ്ററലി ഇൻവേർട്ടഡ്. എന്താ ലാറ്ററലി ഇൻവേർട്ടഡ്? നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ഗേൾസ് ആണെങ്കിൽ ഇടത്തെ കാതിലെ കമ്മലൊന്ന് ഇടാൻ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഇടത്തെ കാതിലെ കമ്മലിടും. പക്ഷെ നിങ്ങളുടെ ഒബ്ജക്റ്റ് കണ്ണാടിയിൽ നോക്കി ഇടുകയാണെങ്കിൽ നിങ്ങൾ ഇടത് കാതിലെ കമ്മലിടുമ്പോൾ നിങ്ങളുടെ ഇമേജ് ഏത് കാതിലെ കമ്മലായിരിക്കും ഇടുന്നത്? വലത് കാതിലെ കമ്മലായിരിക്കും ഇടുന്നത്. അതാണ് പറയുന്നത് ലാറ്ററലി ഇൻവേർട്ടഡ് ആണ് നമ്മുടെ പ്ലെയിൻ മിററിലൂടെ ഫോം ചെയ്യുന്ന ഇമേജസ്. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ്. എന്താണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ? ലോസ് ഓഫ് റിഫ്ലക്ഷൻ രണ്ടെണ്ണം നിങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ പഠിച്ചതാണ്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ അതില് ഫസ്റ്റ് വൺ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. എന്താ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നൊക്കെ പറഞ്ഞാല്, അതായത് സപ്പോസ് ഇതൊരു മിറർ ആണ് എങ്കിൽ ആ മിററിന് നമ്മളിവിടെ ഒരു ഷെയ്ഡ് ചെയ്ത് കൊടുക്കും. ഈ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്ന ഭാഗം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വരുന്നതാണ്. ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്ന ഭാഗം നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. അതായത് ദിസ് ഈസ് നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ്. നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് നമ്മൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഭാഗം. അതായത് ലൈറ്റ് വന്ന് തട്ടുന്നത് ഈ ഭാഗത്തേക്ക് മാത്രം. ഇത് നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. ഓക്കെ, ദെൻ നമ്മുടെ ഒരു കൺക്ലൂഷൻ അനുസരിച്ച് ലൈറ്റ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത്. ലൈറ്റ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ലൈറ്റ് അതിപ്പോ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് തട്ടി. ഓക്കെ, ഇതാണ് ഇൻസിഡന്റ് റേ. ഇവിടെ വന്ന് തട്ടുന്ന ലൈറ്റ് നമ്മുടെ ലോസ് ഓഫ് റിഫ്ലക്ഷൻ അനുസരിച്ച് ഇവിടെ നിന്ന് ബൗൺസ് ചെയ്ത് അതേ മീഡിയത്തിലേക്ക് തിരിച്ചു പോകും. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെ തിരിച്ചു പോകും. Got it? So ഇതാണ് ഇൻസിഡന്റ് റേ, ഇതാണ് റിഫ്ലക്റ്റഡ് റേ. This one is incident റേ ആണ്, ഇത് റിഫ്ലക്റ്റഡ് റേ ആണ്. സോ ലൈറ്റ് സോഴ്സിൽ നിന്ന് വന്ന ലൈറ്റ് ഇവിടെ വന്ന് തട്ടിയിട്ട് ബൗൺസ് ചെയ്ത് തിരിച്ച് അതേ മീഡിയത്തിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നടുക്കായിട്ട് ഒരു ഇമാജിനറി ലൈൻ വരയ്ക്കുക. ഒരു ഇമാജിനറി ലൈൻ നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, സോ ഇവിടെ രണ്ട് ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫിസിക്സ് ഇത് ചാപ്റ്റർ പഠിക്കുമ്പോഴും കൂടുതലും നമ്മൾ ഇമാജിൻ ചെയ്യാൻ പഠിച്ചിരിക്കണം. സോ ഇവിടെ ഒരു ഇമാജിനറി ലൈൻ ഉണ്ട് എന്ന് നമ്മൾ വിചാരിച്ചാൽ ഇവിടെയും ഒരു ആംഗിള് ഇവിടെയും ഒരു ആംഗിള് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഇതാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും. സോ ഇപ്പൊ എന്താ പറഞ്ഞതിന്റെ ഫസ്റ്റ് ലോ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ദിസ് ഇൻസിഡന്റ് റേ സെക്കൻഡ് ലോ ആണ്. ഫസ്റ്റ് ലോ നമ്മൾ പറഞ്ഞു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ദെൻ സെക്കൻഡ് ലോ ആണ്, രണ്ടെണ്ണം ഉണ്ട്, അതിന്റെ സെക്കൻഡ് ലോ ആണ് ദിസ് ഇൻസിഡന്റ് റേ, ദ റിഫ്ലക്റ്റഡ് റേ and the normal to the plane mirror at the point of incidence are lie in the same plane. അതായത്
ദിസ് ഇൻസിഡന്റ് റേ, ദിസ് റിഫ്ലക്റ്റഡ് റേ, പിന്നെ നമ്മൾ ഈ വരച്ച ഈ ലൈനാണ് ദ നോർമൽ ടു ദ മിറർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഇത് മൂന്നും all these three lie in the same plane. Okay, got it? Then മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട് നമ്മുടെ ഒരു കൺക്ലൂഷനിൽ ലൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. നെക്സ്റ്റ് അപ്പൊ നമ്മൾ ഈ ലോസ് ഓഫ് റിഫ്ലക്ഷൻ രണ്ടെണ്ണം പറഞ്ഞു. ഇനി അതിനുശേഷം നമ്മൾ പ്ലെയിൻ മിറർ അല്ലാതെ സാധാരണ യൂസ് ചെയ്യുന്ന മിറേഴ്സ് ഏതൊക്കെയാണ്? സ്ഫെറിക്കൽ മിറേഴ്സ് ആണ് പ്ലെയിൻ മിറർ അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ആഹാരമൊക്കെ എടുക്കുന്ന സ്പൂൺ ഉണ്ടല്ലോ, നമ്മൾ ആഹാരം പഞ്ചസാര ഒക്കെ കോരി എടുക്കുന്ന സ്പൂണ്, ആ സ്പൂണിന് നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി സർഫസ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഒരു മിററായിട്ടൊന്ന് സങ്കല്പിക്കാം. അതായത് ആ സ്പൂണിൻ്റെ നമ്മൾ ആഹാരം എടുക്കാൻ ഉപയോഗിക്കുന്ന ആ കർവ് ചെയ്ത അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന ആ ഭാഗത്തെ കോൺകേവ് മിററായിട്ടും പുറത്തേക്ക് ബൾജ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തെ നമുക്ക് കോൺവെക്സ് മിററായിട്ടും അസ്യൂം ചെയ്യാം. കാരണം നമുക്ക് നമ്മുടെ മുഖം കാണാം അതിനകത്ത് അല്ലേ, സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അതൊരു മിറർ പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അകത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള എക്സാമ്പിളാണ്, എളുപ്പം മനസ്സിലാകാനാണ് സ്പൂണ് തന്നെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന ഭാഗത്തെ കോൺകേവ് മിററെന്നും പുറത്തേക്ക് ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗത്തെ നമുക്ക് കോൺവെക്സ് മിററെന്നും കൺസിഡർ ചെയ്യാം. പിന്നെ എപ്പോഴും മനസ്സിലാക്കുക, ഓർക്കുക, ഈ കോൺകേവ് മിറർ ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും ഒരു സ്ഫിയറിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അവിടെയും നമ്മളൊന്ന് ഇമാജിൻ ചെയ്യണം, അവിടെയും നമ്മുടെ ഇമാജിനേഷൻ കറക്റ്റായിട്ട് വരണം. അതായത് ഒരു കോൺകേവ് മിറർ ആയാലും കോൺവെക്സ് മിറർ ആയാലും നമ്മൾ അതിനെ ഒരു സ്ഫിയർ ആയിട്ട്, സ്ഫിയർ എന്താണെന്ന് അറിയാമല്ലോ, ഒരു സ്ഫിയർ ആയിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കേണ്ടത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൽ പലതും നമുക്ക് അടുത്ത പ്രോബ്ലം ഒക്കെ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഈ പല ഇമാജിനേഷനും അതിനകത്ത് ആവശ്യമായിട്ട് വരും. അപ്പം നമ്മൾ അതിനെക്കുറിച്ച്, ഈ കോൺകേവ് മിററിനെ കുറിച്ചും കോൺവെക്സ് മിററിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ അതിനു മുമ്പ് നമ്മൾ കുറച്ച് ടേംസ് മനസ്സിലാക്കിയിരിക്കണം. കുറച്ച് ടേംസ്. അപ്പോൾ എന്തൊക്കെ ടേംസാ? ഫസ്റ്റ് വൺ, ഞാനിപ്പോൾ ഇവിടെ ഒരു കോൺകേവ് മിററാണ് വരയ്ക്കുന്നത്. ഈ കോൺകേവ് മിറർ വരയ്ക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളിവിടെ ഷെയ്ഡ് ചെയ്ത് വരയ്ക്കുന്ന ഭാഗം നോൺ റിഫ്ലക്റ്റിംഗ് ഏരിയയാണ്. അപ്പോൾ ഇതാണ് റിഫ്ലക്റ്റിംഗ് ഏരിയ. ഈ അകത്ത് കാണുന്ന ഭാഗമാണ് റിഫ്ലക്റ്റിംഗ് ഏരിയ. ഇപ്പം ഞാൻ വരച്ച ഇത് കോൺകേവ് മിററിൽ ഇതാണ് റിഫ്ലക്റ്റിംഗ് ഏരിയ. ഓക്കെ, അപ്പൊ ഈ റിഫ്ലക്റ്റിംഗ് ഏരിയ, സപ്പോസ് ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു കോൺകേവ് മിററാണ് വരയ്ക്കാൻ പോകുന്നത്. നിങ്ങൾ ഓർക്കുക, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം, അതായത് ഷെയ്ഡഡ് ഭാഗം എന്താണ്, നോൺ റിഫ്ലക്റ്റിംഗ് ഏരിയ ആണ്. അപ്പൊ ഈ അകത്തെ ഭാഗമാണ് റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ. ഓക്കെ, അപ്പോ ഇതിന്റെ സെന്ററിലായിട്ട്, അതായത് ഇപ്പൊ ഇതാണല്ലോ നമ്മുടെ മിറർ, ആ മിററിന്റെ സെന്ററിലായിട്ട് ഒരു പോയിന്റ്, അതിന് നമ്മൾ പോൾ എന്നാണ് പറയുന്നത്. പോൾ, അതിനെ നമ്മൾ പി എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇവിടെ നമ്മൾ പി എന്ന് കൊടുക്കാം. ഗോട്ട് ഇറ്റ്? സോ ഇതാണ് പോൾ ഓഫ് എ മിറർ. ഇവിടെ ഇപ്പൊ നമ്മൾ കോൺകേവ് മിറർ എടുത്തിരിക്കുന്നത് കൊണ്ട് ഈ കോൺകേവ് മിററിന്റെ പോളാണ് ഇത്. ഓക്കെ, ഗോട്ട് ഇറ്റ്? ദെൻ നെക്സ്റ്റ് വൺ, മുമ്പേ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഈ മിററിനെ നമുക്കൊരു കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും അതിനെ ഒരു സ്ഫിയർ ആയിട്ടാണ് കണക്കാക്കേണ്ടത്. സ്ഫിയർ ആയിട്ട്. അപ്പോൾ ഒരു സ്ഫിയർ ആകുമ്പോൾ അതിനൊരു സെന്റർ ഉണ്ടാവുമല്ലോ. മാത്സിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ഒരു സ്ഫിയർ ആകുമ്പോൾ അതിനൊരു സെന്റർ ഉണ്ട്. ആ സെന്റർ ഇപ്പോൾ കോൺകേവ് ആണെങ്കിൽ ഇവിടെ ആയിട്ട് വരും, കണ്ടോ? കോൺകേവ് ആണെങ്കിൽ ഇവിടെ ആയിട്ട് വരും, കോൺവെക്സ് ആണെങ്കിൽ തിരിച്ച് അപ്പുറത്തെ സൈഡിലായിട്ട് വരും. അപ്പൊ ഈ കോൺകേവ് മിററിന്റെ സെന്ററിലുള്ള ഈ സെന്ററിന് നമ്മൾ സി എന്ന, സെന്ററിലുള്ള ഈ പോയിന്റിന് നമ്മൾ സി എന്ന പേരാണ് കൊടുക്കുന്നത്. ഇതെന്താണെന്ന് അറിയാമോ? അതിന് നമ്മൾ പറയുന്നത് സെന്റർ ഓഫ് കർവേച്ചർ. ഇത് നമ്മുടെ ഒരു ഇമാജിനേഷൻ ആണ്. ഇതും നമ്മുടെ ഒരു ഇമാജിനേഷൻ ആണ്. ആ സെന്ററിൽ ഒരു പോയിന്റ് നമ്മൾ കണക്കാക്കിയ കോൺകേവ് മിറർ ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും അത് ഒരു സ്ഫിയറിന്റെ ഭാഗമാണ്. ഇതിപ്പോ ഇങ്ങനെ കംപ്ലീറ്റ് വരച്ച് ഇതൊരു സ്ഫിയർ ആവുമല്ലോ. അപ്പൊ ഇതൊരു സ്ഫിയറിന്റെ ഭാഗമാണ്. അപ്പോൾ അതിന്റെ സെന്ററിൽ ഒരു പോയിന്റ് ഉണ്ട്.
ആ പോയിന്റിനെ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നു. ഓക്കെ, ബട്ട് ഒരു കാര്യം ഓർത്തിരിക്കുക, ഈ സെന്റർ ഓഫ് കർവേച്ചർ ഒരിക്കലും ഈ മിററിന്റെ ഭാഗമല്ല. മനസ്സിലായോ? ഈ സെന്റർ ഓഫ് കർവേച്ചർ ഒരിക്കലും മിററിന്റെ ഭാഗമല്ല. പക്ഷെ ഇവിടെ അത് ഉണ്ട്. നമ്മൾ അത് ഇമാജിൻ ചെയ്ത് കാണുകയാണ്. അവിടെ ഒരു സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. ഓക്കെ, ഇനി ഈ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഈ പോളിലേക്ക് ഒരു ലൈൻ വരച്ചാൽ, സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റായി വരയ്ക്കണം. സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് ഈ സെന്ററിലേക്ക് ഒരു ലൈൻ വരച്ചാൽ അതെന്തായിരിക്കും? ഒരു സെന്റർ, ഒരു സ്ഫിയറിന്റെ സെന്ററും അതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റും തമ്മിലുള്ള അകലം എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും അല്ലെ? റേഡിയസ് ആയിരിക്കും. അത് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചറിന് നമ്മൾ ക്യാപിറ്റൽ R എന്ന ലെറ്റർ കൊടുക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാകും ഈ പി സി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു R, റേഡിയസ് ഓഫ് കർവേച്ചറിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, പി സി എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദെൻ ഈ പി കോൾ എന്ന പിയും സെന്റർ ഓഫ് കർവേച്ചറിലെ ഈ സെന്റർ ആയ സിയും കൂടെ ചേർന്ന് അതിൽ കൂടി ഒരു ഇമാജിനറി ലൈൻ കടന്നു പോകുന്നതായിട്ട് നമ്മൾ ഒന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ലൈനിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ഇന്നത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോസ് കിട്ടുകയുള്ളൂ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഷെയർ ആൻഡ് വാച്ച്. ഓക്കെ, താങ്ക് യു.